നിങ്ങൾ ഇനിയും വാഴ 2 കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എന്തുകൊണ്ട് ആ മൂവി കാണണമെന്നുള്ള 3 മെയിൻ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് റീസൺ, നിങ്ങളൊരു പേരന്റ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഉറപ്പായിട്ട് ഈ ഒരു മൂവി കൊണ്ട് കാണിച്ചിരിക്കണം. ബിക്കോസ് നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന പല കാര്യങ്ങളും കുട്ടികൾക്ക് കണക്റ്റ് ആവണമെന്നില്ല. പക്ഷേ ഈ ഒരു മൂവിയിൽ അവരുടെ ഡെയിലി തന്നെയുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരു മെസ്സേജ് കൺവേ ചെയ്യുമ്പോൾ അവർക്കത് കണക്ട് ചെയ്യാനും പറ്റും, അതിൽ അക്സെപ്റ്റൻസും കൂടും. അതുപോലെ പേരൻസിനും കുറേ മെസ്സേജസ് കാര്യങ്ങളൊക്കെ ഈ മൂവിയിൽ നിന്ന് കിട്ടും. രണ്ടാമത്തെ റീസൺ, നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ട ആളായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു മൂവിയിലെ പല സീൻസും ഒന്നിലധികം ഭാഗവും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും ഇമോഷണലി കണക്ട് ചെയ്യാനും പറ്റുന്ന ഒരു മൂവിയാണ്. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, സ്കൂൾ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരൊറ്റ റീസൺ മതി വാഴ 2ന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. റീസൺ നമ്പർ 3, നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഇൻസ്പിറേഷൻ മൂവിയാണിത്. നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന കോണ്ടന്റ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നല്ലൊരു ഹാർഡ് വർക്കിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ കീപ് ഡൂയിങ് ഇറ്റ്, ഡോണ്ട് ഗിവ് അപ്പ്. നാളത്തെ ഒരു ഹാഷിറും അജിനും വിനായകും അലനും ഒക്കെ നിങ്ങളിൽ ഓരോരുത്തരും ആയിരിക്കാം. സോ ഫോക്കസ്, ട്രസ്റ്റ് ദ പ്രോസസ്, കീപ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ്. OTT റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. ദേ ഡിസേർവ് ഇറ്റ്.